ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PKPSC സ്റ്റഡീസ്. എല്ലാവർക്കും PKPSC സ്റ്റഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PSC എക്സാമിന് വേണ്ടിയിട്ട് സെൽഫ് സ്റ്റഡി ചെയ്യുന്ന വീട്ടമ്മമാരുടെ എല്ലാവരുടെയും ഒരു പരാതിയാണ് അല്ലേ, സമയം തികയുന്നില്ല, പഠിക്കാൻ സമയം കിട്ടുന്നില്ല എന്നത്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം PSC പഠനം എന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. സമയമാണ് പ്രധാന വില്ലൻ. വീട്ടുജോലികൾ, കുട്ടികൾ, ഹസ്ബൻഡ് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പഠിക്കാൻ കിട്ടുന്നത് കുറച്ച് സമയം മാത്രമായിരിക്കും. പക്ഷേ ആ കുറച്ച് സമയം കൊണ്ട് ഒരു ജോലി നേടുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ മത്സരിക്കേണ്ടത് 100 1000 പേരോടല്ല, 10,000 ആളുകളോടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ ടൈം കണ്ടെത്തേണ്ടതുണ്ട്. വീട്ടുജോലി കഴിഞ്ഞിട്ട് പഠിക്കുന്ന ആ കുറച്ച് സമയമല്ലാതെ ഒരു കുറച്ച് എക്സ്ട്രാ സമയം നമ്മൾ കണ്ടെത്തണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വീട്ടുജോലികൾക്കിടയിലൂടെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ഡെയിലി റുട്ടീൻ സെറ്റ് ചെയ്യണം. ഞാൻ ഫോളോ ചെയ്യുന്ന ഡെയിലി റുട്ടീനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരേ കാര്യങ്ങൾ മാത്രമല്ല അല്ലേ വീട്ടിൽ ചെയ്യേണ്ടി വരിക, എല്ലാവർക്കും വ്യത്യസ്ത രീതിയിലാണ്. അപ്പോൾ നിങ്ങളുടെ എന്തൊക്കെയാണോ നിങ്ങൾക്കുള്ള ജോലികൾ അതിങ്ങനെ അതിൻ്റെ ടൈമും ഇങ്ങനെ എഴുതി വയ്ക്കുക. ഞാൻ 4:30 എഴുന്നേൽക്കും. 4:30 മുതൽ 4:45 വരെ ഫ്രഷ്, പിന്നെ 4:45 മുതൽ 5 മണി വരെ മെഡിറ്റേഷൻ. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ്. ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ടാകാൻ അത് സഹായിക്കും. പിന്നെ നമ്മളിങ്ങനെ ഓരോ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇയർബഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ്സുകൾ കേൾക്കാവുന്നതാണ്. കൂടുതൽ നേരം ഇയർബഡ് യൂസ് ചെയ്യല്ലേ, പിന്നെ അത് നമ്മുടെ ചെവിക്ക് ദോഷമാണ്. കുറച്ച് സമയമൊക്കെ ഇയർബഡ് യൂസ് ചെയ്യുക, പിന്നെ ലൗഡ് സ്പീക്കർ വെച്ചിട്ട് കേൾക്കുക, ക്ലാസ്സുകൾ കേട്ട് പഠിക്കുക. എങ്ങനെ ക്ലാസ് കേൾക്കുമ്പോൾ ചില പോയിൻറ്റ്സൊക്കെ മിസ്സാവും, അപ്പോൾ വീണ്ടും ആ ക്ലാസ് കേൾക്കുക. ഇങ്ങനെ നമ്മൾ ജോലിക്കിടയിൽ ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്കൊരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഉറക്കം വരില്ല. അല്ലെങ്കിൽ നമ്മൾ കുറേ സമയം ഇങ്ങനെ ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരില്ല വേഗം. പക്ഷേ ഇങ്ങനെ കേട്ട് പഠിക്കുമ്പോൾ കുറേ നമ്മൾ ഓരോ ജോലികൾ എടുക്കുകയാണ്, അപ്പോൾ നമുക്ക് ഉറക്കം വരില്ല. കുറേ സമയം പഠിക്കുകയും ചെയ്യാം, പക്ഷേ ഉറക്കം വരികയും ചെയ്യില്ല. പിന്നെ ഞാനിവിടെ സ്കൂളിൽ നിന്നൊക്കെ എഴുതിയിരിക്കുന്നത് കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കുന്നത് ഞാനാണ്. അപ്പോൾ ആ ഒരു ടൈമാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. ഒരു അരമണിക്കൂറുണ്ട് അവിടെ നിന്ന് സ്കൂളിലേക്ക്. പിന്നെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെറിയ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ അമ്മയും അനിയത്തിനൊക്കെ വിളിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. അതാണ് ഞങ്ങളുടെ കോളിംഗ് ടൈം എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് യൂട്യൂബിൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റുട്ടീൻ ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് പഠനത്തിനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ ഈ ടൈം ടേബിളിൽ ഓഡിയോ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കേട്ട് പഠിക്കുന്ന ആ ടൈമാണ് കേട്ടോ. വീട്ടുജോലികൾക്കിടയിൽ നമ്മൾ കേട്ട് പഠിക്കുന്ന ഒരു ടൈമിലാണ് ഓഡിയോ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഈ കേട്ട് പഠിക്കുന്ന വിഷയങ്ങളിൽ കറണ്ട് അഫെയർസ്, GK അങ്ങനെയാവുന്നത് നല്ലത്. പിന്നെ ഇംഗ്ലീഷ്, മലയാളം അതൊക്കെ പഠിക്കുകയാണെങ്കിൽ വൊക്കാബുലറി പഠിക്കാൻ നല്ലത്. എൻ്റെ ഈ ടൈം ടേബിൾ വെച്ചിട്ട് എനിക്ക് 8 മണിക്കൂറാണ് കേട്ടോ പഠിക്കാൻ കിട്ടുന്നത്. 4 മണിക്കൂർ ഓഡിയോ സ്റ്റഡി ആയിട്ടും 4 മണിക്കൂർ പിന്നെ നമ്മൾ വീഡിയോ കണ്ടിട്ടും ബുക്ക് വായിച്ചിട്ടൊക്കെ പഠിക്കുന്നതാണ്. എൻ്റെ ഈ ടൈം ടേബിളിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഓർ GK എന്നൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. ഒരു ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചാൽ അടുത്ത ദിവസം GK ആണ് ആ ടൈമിൽ പഠിക്കുക. അതുപോലെ തന്നെ മാത്സ് ഓർ GK എന്ന് 3 മണി മുതൽ 3:30 വരെ മാത്സ് ഓർ GK എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു ദിവസം മാത്സ് പഠിച്ചാൽ അടുത്ത ദിവസം GK ആണ് പഠിക്കുക. സമയം തികയാത്തതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ദിവസവും ടൈം ഉണ്ടെങ്കിൽ മാത്സ് ഒരു ദിവസം പഠിക്കുക, GK ദിവസം പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഇംഗ്ലീഷും മലയാളവും ഡെയിലി പഠിക്കണം. അപ്പോൾ നിങ്ങളുടെ ഡെയിലി റുട്ടീനൊക്കെ സെറ്റ് ചെയ്യുക, എന്നിട്ട് പഠിക്കാനുള്ള സമയമൊക്കെ കണ്ടെത്തുക. പിന്നെ ഉറക്കത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. ഒരുപാട് സമയം ഉറക്കം കഴിഞ്ഞിട്ട് പഠിക്കുകയൊന്നും ചെയ്യരുത്. നമ്മുടെ ആരോഗ്യം കൂടി നമ്മൾ നോക്കേണ്ടതില്ലേ. എൻ്റെ ഈ റുട്ടീൻ അനുസരിച്ച് തന്നെ സമയം കുറവാണ്. 5.5 മണിക്കൂറാണ് എനിക്ക് ഉറങ്ങാൻ കിട്ടുന്നത്. ഒരു മനുഷ്യൻ 8 മണിക്കൂർ ഉറങ്ങണം എന്നാണല്ലോ പറയാറ്. പക്ഷെ നമ്മുടെ ലക്ഷ്യം വലുതായതുകൊണ്ട് നമ്മൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യണമല്ലോ. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.